ബംഗളൂരുവിൽ ലൈംഗികാതിക്രമം ചെറുക്കുന്നതിനിടെ ആക്രമണത്തിനിരയായ തൃശൂർ സ്വദേശി മരിച്ചു. നായ്ക്കളെ പരിചരിക്കാൻ ബംഗളൂരുവിലേക്ക് ജോലിക്ക് പോയ 47-കാരിക്ക് നേരെ ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് ആക്രമണമുണ്ടായത്. പ്രതിയായ ബംഗളൂരു മലയാളി ദീപക് കൃഷ്ണനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. കഴുത്തിൽ നല്ല കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ നല്ല കൊടുത്ത് അവള് ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അവള് ചത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതാണ് DK. മനസ്സിലായ? അവളെ കഴുത്തിൽ നല്ല കൊടുത്ത് അവള് ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതാണ് DK. വെയിറ്റ് ബ്രൗൺ പപ്പ DK. कर देखो, ये सब मैं अकेला किया ना भाई. उसका घर में सिर्फ नहीं, दूसरा घर भी किया खाना खाने के लिए. दूसरा घर में किया खाने के लिए. थोड़ा टाइम में देखो कैसे रुकेगा. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈക്കോ ആണോ എന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? നാട്ടിൽ ഈ വിവരം കിട്ടിയത് എങ്ങനെയാണ്? അതായത് ഈ കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാടാനപ്പള്ളി സ്വദേശിയായ ഈ 47-കാരി ഈ ബംഗളൂരുവിൽ നായ്ക്കളെ പരിചരിക്കാൻ വേണ്ടിയാണ്, ആ ഷെൽട്ടറിലേക്ക് വേണ്ടിയാണ് ജോലിക്കായി പോയത്. അവരുടെ കൂടെ നാട്ടിൽ നിന്നുള്ള 2 പേരും ഉണ്ടായിരുന്നു. ഇവർക്ക് ഇവിടെ നാട്ടിൽ വാടാനപ്പള്ളിയിൽ ഇത്തരത്തിൽ നായ്ക്കളെ പരിചരിക്കുന്ന ഷെൽട്ടറൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ജോലിക്ക് വേണ്ടി പോയത്. അവിടെ ഈ സ്ഥലത്ത് വെച്ച് ഇയാൾ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ 47-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. അതിനെ ഈ വാടാനപ്പള്ളി സ്വദേശിനി ചെറുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇവരെ കഴുത്തിന് അടിക്കുകയും അതുപോലെ തന്നെ തലയ്ക്കുമൊക്കെ തന്നെ ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഈ ഒരു സംഭവത്തെ തുടർന്ന് അവിടെ ബംഗളൂരുവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് നാട്ടിലേക്ക് ഭർത്താവിൻ സിൻഡോനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ വാടാനപ്പള്ളി പോലീസ് കേസിൽ ഇടപെടുകയും പിന്നീട് പോലീസിന്റെ ഇടപെടലോടുകൂടി ICU ആംബുലൻസിൽ നേരെ തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയുമാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഈ തൃശൂരിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഈ ദീപക്കിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയാണ്. ദീപക് നേരത്തെയും ക്രിമിനൽ കേസുകൾ, കഞ്ചാവ് കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ വെച്ചാണ് വാടാനപ്പള്ളി സ്വദേശിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത്.